പെട്രോളിന്റെയും ഡീസലിന്റെയും ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെയും വില വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരികയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, വിലക്കയറ്റം ഇങ്ങനെ തലയ്ക്കും മീതെ തൂങ്ങി നിൽക്കുകയാണ്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷം ഒരു അയവുമില്ലാതെ തുടരുന്ന സാഹചര്യമാണ്. ഇതിപ്പോൾ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എണ്ണ കമ്പനികളുടെ നഷ്ടം നികത്തുക എന്നുള്ള നീക്കം മുന്നിൽ കണ്ടാണോ? ഏത് രീതിയിലൊക്കെയാണ് ഈ വില വർധന ബാധകമാകുക? ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇങ്ങനെ അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് ഈ വിലവർധന വല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. നേരത്തെ ഈ വിലവർധന ഉണ്ടാകില്ല എന്നായിരുന്നു ഈ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ അവസ്ഥയിലും മറ്റും സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും അതുപോലെ തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെയും വില വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. ഈ നിലവിൽ 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ 20 രൂപയുടെ നഷ്ടം എണ്ണ കമ്പനികൾക്ക് ഉണ്ടാകുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഡീസൽ വിൽക്കുമ്പോൾ ലിറ്ററിന് 100 രൂപയും ഈ പാചകവാതക സിലിണ്ടർ 14.2 കിലോയുടെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ വിൽക്കുമ്പോൾ ഏതാണ്ട് 380 രൂപയുടെ നഷ്ടം എണ്ണ കമ്പനികൾക്ക് ഉണ്ടാകുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. ഈ നഷ്ടം നികത്തുന്നതിന്റെ ഒരു പരിധി വരെയെങ്കിലും അത് നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന് ആവശ്യമായ ഗാർഹിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ പാചകവാതകത്തിന്റെയും വില വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ എണ്ണ കമ്പനികൾ ആലോചിക്കുന്നത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും പാചകവാതകത്തിന് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില ഒരു സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെയും ഉള്ള വർധനവാണ് ആലോചിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ഇത് കൂടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതിനാൽ എപ്പോൾ ഈ ക്രൂഡ് ഓയിലിലേക്ക് രാജ്യാന്തര തലത്തിലുള്ള വില കുറയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മറിച്ച് ഓരോ ദിവസവും ഈ രാജ്യാന്തര തലത്തിൽ ഈ ക്രൂഡ് ഓയിലിലേക്ക് വില ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരാഴ്ചക്കോ 10 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റൊരു വില വർധനവ് കൂടി നമ്മൾ നേരിടേണ്ടി വരും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇങ്ങനെ ഈ ഇന്ധന വില വർധന ഉണ്ടായാൽ സ്വാഭാവികമായും അതിന്റെ പ്രതിഫലനം എല്ലാ മേഖലകളിലും ഈ വിലവർധനവിനെ സംബന്ധിച്ച് ഉണ്ടാക്കാനാണ് സാധ്യത. ബാലു, ഇത് സ്ഥിരം പരിപാടിയാണല്ലോ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ വിലവർധനയൊന്നും ഉണ്ടാകില്ല എന്ന് പറയുക, വിശ്വസിക്കുക, പിന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് യഥാർത്ഥ ചിത്രം പുറത്തു വരിക. ഇപ്പോൾ തന്നെ നോക്കൂ, വാണിജ്യ സിലിണ്ടറുകളുടെ വില കൂട്ടിയതിൽ ഹോട്ടൽ മേഖലയിൽ നിന്ന് വലിയ പ്രതിസന്ധിയായതോടുകൂടി എതിർപ്പുകൾ ഉയരുകയാണ്. ഇപ്പോൾ പാചകവാതക സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെയാണ് കൂടാൻ പോകുന്നത്. സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്. ബാലു, തീർച്ചയായും ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, ഈ കഴിഞ്ഞ 2 മാസമായി ഈ വിലവർധനവ് പിടിച്ചു വച്ചത് എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു തീരുമാനമെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തത് നിർണായകമായ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് കാരണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. കാരണം പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം അവസാനിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് വരെ കേന്ദ്രം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഈ വിലവർധനവ് ഉണ്ടാകില്ല എന്നാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വോട്ടെണ്ണൽ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ സമയത്താണ് ഈ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഈ പാചകവാതക സിലിണ്ടറിന്റെ വില ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം സർക്കാർ നടത്തുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും ഇന്നലെ തന്നെ ഈ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള, അതായത് ഉമ്മ പറഞ്ഞതുപോലെ ഈ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന, റെസ്റ്റോറന്റുകളിലും മറ്റും ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു. അത് തന്നെ വലിയൊരു ആഘാതം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, അവർ നേരിടേണ്ടി വരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെ പോലും താളം തെറ്റിക്കുന്ന തരത്തിൽ ഈ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഈ വില വർധനവും പാചകവാതകത്തിനും പെട്രോളിനും ഡീസലിനും ഒക്കെ വരുത്താൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ രാജ്യാന്തര തലത്തിൽ ഈ എണ്ണവിലയിൽ കാര്യമായ ഇടിവൊക്കെ ഉണ്ടായപ്പോൾ അതിന്റെ ഒരു നേട്ടം ജനങ്ങൾക്ക് നൽകുന്ന തരത്തിൽ ഈ എണ്ണ കമ്പനികൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഈ വില കൂടുമ്പോൾ ഈ
ക്രൂഡ് ഓയിലിലേക്ക് വില കൂടുമ്പോൾ അതിന് അനുപാതികമായി വില കൂട്ടുന്ന എണ്ണ കമ്പനികൾ എന്തുകൊണ്ടാണ് ഈ വില കുറയുമ്പോൾ അത് നേട്ടം നമ്മൾ സാധാരണക്കാർക്ക് നൽകാത്തതെന്നതും അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിരീക്ഷണമാണ് ബാലു. കാരണം ഈ രാജ്യാന്തര തലത്തിൽ ഈ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ വില കുറയുകയോ ആ രീതിയിലുള്ള ഒരു നീക്കങ്ങളോ കേന്ദ്രത്തിന്റെ ഭാഗത്തോ എണ്ണ കമ്പനികളുടെ ഭാഗത്തോ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഈ വില കൂടുന്നു എന്നുള്ള കാര്യം പറഞ്ഞ് എണ്ണ കമ്പനികളുടെ നഷ്ടം നികത്താൻ വേണ്ടി കേന്ദ്രം ജനങ്ങൾക്ക് മേൽ ഇരുട്ടടിയാകുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു വില വർധന നടപ്പിലാക്കുന്നത് ബാലു. മാത്രമല്ല അവശ്യ സാധനങ്ങളുടെ വില ഒരുപാട് കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പാചകവാതകത്തിന്റെ വില, പെട്രോളിന്റെ വില, ഡീസലിന്റെ വിലയൊക്കെ കൂട്ടുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള നിലയിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്? അങ്ങനെയാണോ നമ്മൾ വിലയിരുത്തേണ്ടത് ബാലു? ഈ എണ്ണ കമ്പനികളുടെ തീരുമാനം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഈ രാജ്യാന്തര വിപണിയിൽ ഈ ക്രൂഡിന്റെ വില ഇത്രത്തോളം ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഈ എണ്ണ കമ്പനികൾക്ക് വരുത്തേണ്ടതായി വരുന്നു എന്നതാണ് ഔദ്യോഗികമായ ഒരു വിശദീകരണം. പക്ഷേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർധനവ് എത്രത്തോളമാണ്, അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നമ്മൾ ഈ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും നിർണായകമായ ഈ ഉത്തർപ്രദേശ്, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാകേണ്ടതായുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു വർധനവ്, അതായത് പിന്നീട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു വർധനവിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു വർധനവ് അനിവാര്യമായി വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളമാണ് എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.